Okay, good morning, children. Let's start our EVS class with the greatness of work. That means തൊഴിലിൻ്റെ മഹത്വം, തൊഴിലിൻ്റെ മഹാത്മ്യം. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കിയിരുന്നേ, പേജ് നമ്പർ 94 നോക്കുക എല്ലാവരും. ഡിഡിൻറ്റ് യു സീ ദ വർക്ക് ഡൺ ബൈ ദ മെമ്പേഴ്സ് ഓഫ് രാമൂസ് ഹൗസ്? നിങ്ങൾ കണ്ടോ? രാമുവിൻ്റെ വീട്ടിലെ ഓരോരുത്തരും ഓരോ ജോലി ചെയ്യുന്ന നിങ്ങൾ ശ്രദ്ധിച്ചോ? ഡസ് ദ സെയിം പേഴ്സൺ ഡു ഓൾ ജോബ്സ്? ഒരാൾ തന്നെയാണോ എല്ലാ ജോലിയും ചെയ്യുന്നത്? അല്ല. ഈസ് ഇറ്റ് ദ സെയിം ഇൻ യുവർ ഹൗസ് ടു? നിങ്ങളുടെ വീട്ടിലിങ്ങനെയൊക്കെയാണോ? ആണോ? ഹൗ ഡു യു ഹെൽപ്പ് യുവർ പേരൻസ് ഇൻ ഹൗസ് ഹോൾഡ് വർക്ക്? വീട്ടുജോലി നിങ്ങൾ എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്യാറുള്ളത്? എനിക്ക് രാമുവിൻ്റെ വീട്ടിലെനിക്ക് ഓരോരുത്തരും ഓരോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ടോ? രാമു എന്തൊക്കെ പണി ചെയ്യുന്നുണ്ട്? രാമുവിൻ്റെ സിസ്റ്ററും അമ്മയും അച്ഛനും എല്ലാവരും ഓരോരുത്തരും ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? കണ്ടല്ലോ. യെസ്, നെക്സ്റ്റ് പേജ് നടത്തേ. യെസ്, രാമു പറയുന്നത് എന്തെന്ന് നോക്കാമല്ലോ. ഫ്രം നൗ ഐ വിൽ ഹെൽപ്പ് മൈ മദർ ഇൻ ഹൗസ് ഹോൾഡ് വർക്ക്. ഇനി മുതൽ ഞാൻ എൻ്റെ അമ്മയെ എല്ലാ വീട്ടുജോലിക്കും ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുമെന്ന്. ലൈക്ക് എനി അതർ ഓക്യുപ്പേഷൻ, ഹൗസ് ഹോൾഡ് വർക്ക് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ഡു ഇറ്റ് ടുഗദർ. മറ്റുള്ള തൊഴിലുകളെ പോലെ തന്നെ വീട്ടുജോലിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുടുംബത്തിലുള്ള എല്ലാവരും ഒത്തുചേർന്ന് വീട്ടുജോലി ചെയ്യുന്നതാണ് എന്ത് ഏറ്റവും നല്ലത്. ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ഡു ഇറ്റ് ടുഗദർ. കുടുംബത്തിലുള്ള എല്ലാ മെമ്പേഴ്സും കൂടെ ജോലി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന്. ഓക്കെ, ഓക്യുപ്പേഷൻ സർവേ, ദാറ്റ് മീൻസ് തൊഴിൽ സർവേ. വാട്ട് ഓക്യുപ്പേഷൻസ് ഡു മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ യുവർ ലൊക്കാലിറ്റി എൻഗേജ് ഇൻ? What occupations do most of the people in your locality engage in? Let us find this through a simple survey. Prepare and complete the table incorporating details related to five houses including your house. നോക്കുക മക്കളെ, നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ആളുകൾ കൂടുതൽ പേരും ഏത് തൊഴിലാണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാവോ? എന്ത് തൊഴിലാണ് എല്ലാവരും കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത്? നിങ്ങളുടെ വീടിൻ്റെ ചുറ്റിലുള്ള ആൾക്കാരിൽ കൂടുതൽ പേരും ഏത് ജോലിയാണ് ചെയ്യുന്നത്? ഒരു സിമ്പിൾ സർവേയിലൂടെ നമുക്കത് കണ്ടെത്തണം. നിങ്ങളുടെ വീടുൾപ്പെടെ 5 വീടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് ഒരു പട്ടിക, ഒരു ടേബിൾ നിങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? നിങ്ങളുടെ പരിസരത്തുള്ളവർ കൂടുതൽ പേര് ഏത് തൊഴിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്? ടീച്ചിങ് ആണോ, ഫാമിംഗ് ആണോ, അല്ലെങ്കിൽ ഫിഷിംഗ് ആണോ, അല്ലെങ്കിൽ ഏത് തൊഴിലാണ് കൂടുതൽ പേരും ഏർപ്പെട്ടിരിക്കുന്നത് കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ വീട് ഉൾപ്പെടെ എന്നിട്ട് അത് ചെറിയൊരു കണക്കെടുപ്പല് കേട്ടോ. ഓക്കെ, നൗസി ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കി എഴുതിയത്. ഇത് പഴയ പിള്ളേരുടെ ബുക്കാണ് കേട്ടോ. നമ്പർ 1 നെയിം ഓഫ് ഹൗസ്, വീട്ടുപേര് കൊടുത്തിട്ടുണ്ട്. നെയിം ഓഫ് വർക്കേഴ്സ്, ഒന്നാമത്തെ ഹൗസ് നെയിമുണ്ട്. ആ വീട്ടിൽ എത്ര പേരുണ്ട് ജോലി ചെയ്യുന്നവരെ? നെയിം ഓഫ് വർക്കേഴ്സ്, ജോലിക്കാരുടെ പേരുകൾ. ഓക്യുപ്പേഷൻ, മീര എന്ത് ജോലി ചെയ്യുന്നു? നേഴ്സ്. ജിസ് സ്റ്റുഡൻറ്റ്, ആൻ്റണി ഫാമർ. അങ്ങനെ ഉണ്ട്. 2ാമത്തെ വീട്, 3ാമത്തെ വീട് കണ്ടോ? അത് കണ്ടില്ല? ഇതേ മോഡൽ നിങ്ങൾ ഒരു ബുക്കിൻ്റെ അകത്ത് ഇങ്ങനെ വരച്ചിട്ട് നിങ്ങളുടെ വീടിന് ചുറ്റുള്ള ഒരു 5 വീട് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വീടുൾപ്പെടെ 5 വീട് തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഹൗസ് നെയിം എഴുതുക, ഒന്നാമത്തെ ഹൗസ് നെയിം എഴുതുക. പിന്നെ ആ വീട്ടിൽ എത്ര പേര് ജോലിക്കാരുണ്ട്, അവരുടെ പേരുകൾ എഴുതുക. അതിനുശേഷം എന്ത് ജോലി ചെയ്യുന്നതെന്ന് ഓക്യുപ്പേഷൻ കോളത്തിൽ എഴുതുക. ഓക്കെ, ഓരോരുത്തർ പഠിക്കുകയാണോ, അത് എന്ത് ജോലി ചെയ്യുന്നു? ടീച്ചിങ് ആണോ, നേഴ്സാണോ, അല്ലെങ്കിൽ ഫാമറാണോ, അല്ലെങ്കിൽ എന്ത് എന്ത് ജോലിയാണോ ചെയ്യുന്നത് അത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് പേജ് നമുക്ക് എടുക്കാമല്ലോ. നെക്സ്റ്റ് പേജ് കണ്ടോ നിങ്ങൾ? ഇവിടെ നോക്കാം. പേജ് നമ്പർ 96 എല്ലാവരും എടുത്തല്ലോ. ഓക്കെ, ലെറ്റ് us consolidate the details in the table shown below. Then നെയിം ഓഫ് ഓക്യുപ്പേഷൻ, തൊഴിലിൻ്റെ പേരെഴുതുക, തൊഴിലുകളുടെ പേരെഴുതുക. ഹൗസ് നമ്പർ 1, 2, 3, 4, 5. ഒരു വീട്ടിൽ ടോട്ടൽ നമ്പർ നിങ്ങൾ ഇവിടെ എഴുതാൻ നിങ്ങൾക്ക് സ്ഥലമില്ലാത്ത നിങ്ങൾ അതുപോലെ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയാൽ മതി വരച്ചിട്ട്. 1ാമത്തെ വീട്ടിൽ എത്ര പേര്, 2ാമത്തെ വീട്ടിൽ എത്ര പേര്, എന്ത് തൊഴിലാന്നൊക്കെ ഉള്ള വിവരങ്ങൾ നിങ്ങൾ എഴുതുക. ഓക്കെ, നൗസി
Didn't you find out from the survey the different occupations done by the people in your locality? Didn't you find out from the survey the different occupations done by the people in your locality? സർവേയിൽ നിന്ന് നിങ്ങളെ പ്രദേശത്തുള്ളവർ ഏർപ്പെട്ടിരിക്കുന്ന വിവിധ തൊഴിലുകൾ കണ്ടെത്തിയല്ലോ അല്ലേ? സർവേക്ക് പോയപ്പോഴേക്കും കണക്കെടുക്കാൻ പോയപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായി ഓരോരുത്തരും നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ളവർ ചെയ്യുന്ന ജോലികൾ, ഓരോരുത്തരും എന്ത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന്, എന്ത് ജോലിയാണ് ഓരോരുത്തരും ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? Can't you find from the table the occupation in which more people are engaged? അങ്ങനെ നമുക്ക് ഇങ്ങനെ കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കണ്ടെത്താൻ പറ്റും കൂടുതൽ ആൾക്കാരും ഏത് ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്ന്. Can't you find from the table the occupation in which more people are engaged? There are people engaged in various occupations in all our places. There are people engaged in various occupations in all our places. ഓക്കെ, വിവിധ തൊഴിലുകളിൽ ഏർപ്പെടുന്നവർ നമ്മുടെയൊക്കെ പ്രദേശത്തുണ്ട് അല്ലേ? ഒത്തിരി. ദർ ആർ പീപ്പിൾ എൻഗേജ് ഇൻ വേരിയസ് ഓക്യുപ്പേഷൻ. വിവിധ തൊഴിലുകളിൽ ഏർപ്പെടുന്നവർ നമ്മുടെ പ്രദേശത്തുണ്ട്. ചില വീട്ടിൽ ഒരു വീട്ടിൽ ഇപ്പം മിസ്സിൻ്റെ വീടിൻ്റെ അടുത്താണ് പിന്നെ ഫാമേഴ്സ് ഉണ്ട്, പിന്നെ ഓഫീസ് ജോലി ചെയ്യുന്നവരുണ്ട്, നേഴ്സസ് ഉണ്ട്, മിസ്സിൻ്റെ വീടിന് ചുറ്റിലും നേഴ്സുമാരുണ്ട്, അല്ലെങ്കിൽ മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഡ്രൈവേഴ്സ് ഉണ്ട്, അങ്ങനെ പല ജോലിക്കാരുണ്ടല്ലേ. അപ്പം നമുക്കിങ്ങനെ വിവിധ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അല്ലേ, നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ വിവിധ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ധാരാളം പേര് നമ്മുടെ ചുറ്റിലുണ്ടല്ലേ. അക്കോർഡിംഗ് ടു ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ ഏരിയ സം ഓക്യുപ്പേഷൻസ് ആർ സീൻ മോർ എമംഗ് ദ പീപ്പിൾ. ഓരോ പ്രദേശത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ചില തൊഴിലുകൾ കൂടുതലായി കാണാൻ കഴിയും അല്ലേ. അക്കോർഡിംഗ് ടു ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ ഏരിയ സം ഓക്യുപ്പേഷൻസ് ആർ സീൻ മോർ എമംഗ് ദ പീപ്പിൾ. ഫോർ ഇൻസ്റ്റൻസ്, മെനി ഓഫ് ദ പീപ്പിൾ ലിവിങ് ഇൻ കോസ്റ്റൽ ഏരിയാസ് എൻഗേജ് ഇൻ ഓക്യുപ്പേഷൻസ് റിലേറ്റഡ് ടു ഫിഷിംഗ്. അതെ, ഉദാഹരണത്തിന് തീരപ്രദേശത്ത്, കടലിൻ്റെയൊക്കെ തീരപ്രദേശത്ത് താമസിക്കുന്നവർ കൂടുതൽ പേരും ഏത് പണിയുമായി ബന്ധപ്പെട്ടവരാണ്? ഫിഷിംഗ്, മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നത്. മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട ജോലികളാണ് കൂടുതൽ പേരും ചെയ്യുന്നത്. ഓക്കെ, വി നീഡ് ദ ഹെൽപ്പ് ഓഫ് പീപ്പിൾ എൻഗേജ്ഡ് ഇൻ ഡിഫറിങ് ഓക്യുപ്പേഷൻസ്. വി നീഡ് ദ ഹെൽപ്പ് ഓഫ് പീപ്പിൾ എൻഗേജ്ഡ് ഇൻ ഡിഫറിങ് ഓക്യുപ്പേഷൻസ്. ഓക്കെ, വിവിധ തൊഴിലെടുക്കുന്നവരുടെ സഹായം നമുക്ക് കൂടി തീരില്ല. എല്ലാവരുടെയും സഹായം നമുക്ക് വേണമല്ലേ. നമുക്ക് മീൻ വേണം, പച്ചക്കറി വേണം, നമുക്ക് അരി വേണം, നമുക്ക് എല്ലാ സാധനവും വേണം അല്ലേ. എല്ലാം വേണം. തുണി തയ്ക്കണം, തുണി വേണം, ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഡോക്ടർ സേവനം വേണം, എല്ലാം വേണ്ട നമുക്ക്. യെസ്, നമുക്ക് വിവിധ ജോലികളിൽ ചെയ്യുന്നവരുടെ സഹായം നമുക്ക് കൂടിയേ തീരൂ. ഓക്കെ, ലെറ്റസ് സേ, ഞങ്ങൾ പറയട്ടെ. ലെറ്റസ് സേ, മൈ ഫാദർ ഈസ് എ ഗുഡ് ഫാമർ. ഐ ടു ഷാൽ ബിക്കം എ ഗുഡ് ഫാമർ ലൈക്ക് മൈ ഫാദർ. പറയണേ, എൻ്റെ അച്ഛൻ നല്ല കൃഷിക്കാരനാണ്, അച്ഛനെ പോലെ തന്നെ ഞാനും നല്ലൊരു കൃഷിക്കാരനാകുന്നു. എൻ്റെ അച്ഛൻ നല്ലൊരു കൃഷിക്കാരനായതുകൊണ്ട് എനിക്ക് അച്ഛനെ പോലെ തന്നെ നല്ലൊരു കൃഷിക്കാരനാകണമെന്ന്. ഐ ലൈക്ക് ടു ബിക്കം എ ഗുഡ് ടീച്ചർ. ഐ ഷാൽ ട്രൈ ടു ഗീവ് ഗുഡ് ലെസൺസ് ടു എ ലോട്ട് ഓഫ് ചിൽഡ്രൻ. നല്ലൊരു അധ്യാപികയാകാനാണ് എനിക്കിഷ്ടം. കുറേ കുട്ടികൾക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രമിക്കും. നല്ല കാര്യങ്ങൾ, നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രമിക്കും. ഐ ലൈക്ക് ടു ബിക്കം എ ഗുഡ് ടീച്ചർ. എനിക്ക് നല്ലൊരു ടീച്ചറാകാനാണ് ഇഷ്ടം. കുറേ കുട്ടികൾക്ക് നല്ല പാഠങ്ങൾ നൽകാൻ ഞാൻ ശ്രമിക്കും. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രമിക്കും. ഓക്കെ, ഇവർ പറയുകയാണ് ലെറ്റസ് സേ, ഞങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞ് പറയുകയാണ്. ഓക്കെ, നെക്സ്റ്റ് പേജിൽ നിന്ന് എടുത്ത് മക്കളെ. അധികമൊന്നുമില്ല, ഓരോ പേജിന് വളരെ ഇച്ചിരി ഉള്ളു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 97. I shall become a good businessman. My shop will have all products for the people of my locality. I shall become a good businessman. My shop will have all products for the people of my locality. മിടുക്കനായ ഒരു കച്ചവടക്കാരനാകും ഞാൻ നല്ലൊരു ഗുഡ് ബിസിനസ്മാൻ ആകും. ഐ ഷാൽ ബിക്കം, ഞാൻ നല്ലൊരു കച്ചവടക്കാരനാകും, ഞാൻ നല്ലൊരു ബിസിനസ്മാൻ ആകും. മൈ ഷോപ്പ് വിൽ ഹാവ് ഓൾ പ്രൊഡക്ട്സ്. എൻ്റെ നാട്ടുകാർക്ക് വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും എൻ്റെ കടയിൽ ഉണ്ടായിരിക്കും.
മൈ ഷോപ്പ് വിൽ ഹാവ് ഓൾ പ്രൊഡക്ട്സ് ഫോർ ദ പീപ്പിൾ ഓഫ് മൈ ലൊക്കാലിറ്റി. എൻ്റെ നാട്ടിലുള്ളവർക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ആ കടയിൽ ഉണ്ടായിരിക്കും. കുട്ടികളെ പറയുന്ന ആയില്ല കേട്ടോ, ഇവരാകുന്നതൊക്കെ ഉള്ളൂ. ദെൻ പറയണ അടുത്ത ആളെന്താ പറയുന്നേക്ക്, ഐ ലൈക്ക് സോൾജിയേഴ്സ് ഹു പ്രൊട്ടക്റ്റ് അവർ കൺട്രി. മൈ വിഷ് ഈസ് ടു ബിക്കം എ സോൾജിയർ. കണ്ടോ, എനിക്ക് ആരെ ഇഷ്ടമാണ്? നമ്മുടെ രാജ്യം കാത്തു സൂക്ഷിക്കുന്ന പട്ടാളക്കാരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഐ ലൈക്ക് സോൾജിയേഴ്സ് ഹു പ്രൊട്ടക്റ്റ് അവർ കൺട്രി. നമ്മുടെ രാജ്യം കാത്തു സൂക്ഷിക്കുന്ന പട്ടാളക്കാരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. മൈ വിഷ് ഈസ് ടു ബിക്കം എ സോൾജിയർ. എൻ്റെ ആഗ്രഹം എന്താണ്? ഒരു പട്ടാളക്കാരനാകുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, നെക്സ്റ്റ്, ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ട്രീറ്റിംഗ് പുവർ പേഷ്യൻസ്. പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കാനാണ് എനിക്ക് ഏറെ ഇഷ്ടം. ഐ വിൽ ഷുവർലി ബിക്കം എ ഡോക്ടർ. ഞാനൊരു ഡോക്ടറാകും തീർച്ച. പറയണ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ട്രീറ്റിംഗ് പുവർ പേഷ്യൻസ്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ട്രീറ്റിംഗ് പുവർ പേഷ്യൻസ്. ഐ വിൽ ഷുവർലി ബിക്കം എ ഡോക്ടർ. യെസ്. എനിക്ക് വേറൊരാളെന്താ പറയുന്നത്, ഐ ലൈക്ക് ടു ബിക്കം എ ബസ് ഡ്രൈവർ ഹൂ ടേക്സ് ഹിസ് പാസഞ്ചേഴ്സ് ടു സേഫ് ഡെസ്റ്റിനേഷൻസ് വിത്തൗട്ട് എനി ഡേഞ്ചർ. ഓക്കെ, ഐ ലൈക്ക് ടു ബിക്കം എ ബസ് ഡ്രൈവർ ഹൂ ടേക്സ് ഹിസ് പാസഞ്ചേഴ്സ് ടു സേഫ് ഡെസ്റ്റിനേഷൻസ് വിത്തൗട്ട് എനി ഡേഞ്ചർ. അപകടമൊന്നും വരുത്താതെ യാത്രക്കാരെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുന്ന ഒരു മിടുക്കനായ ഒരു ബസ് ഡ്രൈവർ ആകാനാണ് എനിക്കിഷ്ടം. ഒരു സമർത്ഥനായ നല്ല കഴിവുള്ള ഒരു ബസ് ഡ്രൈവർ ആകാനാണ് എനിക്കിഷ്ടമെന്ന്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് യു? നിൻ്റെ കാര്യമോ? നിനക്ക് എന്താകാനാണ് ഇഷ്ടം? ഐ ലൈക്ക് ടു ബിക്കം എ ടീച്ചർ. ഐ ഷാൽ ട്രൈ ടു ഗീവ് ഗുഡ് ലെസൺസ് ടു എ ലോട്ട് ഓഫ് ചിൽഡ്രൻ. എനിക്കൊരു ടീച്ചറാകാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്കൊരു ഡോക്ടറാകാനാണ് ഇഷ്ടം. നന്നായിട്ട് രോഗികളെയൊക്കെ ചികിത്സിക്കുന്ന നല്ലൊരു ഡോക്ടറാകാനാണ് എനിക്കിഷ്ടം, അല്ലേ? നെക്സ്റ്റ്, ഡിഡിൻറ്റ് യു റീഡ് വാട്ട് ദീസ് ഫ്രണ്ട്സ് സെഡ്? കൂട്ടുകാർ പറഞ്ഞൊക്കെ നിങ്ങൾ വായിച്ചില്ലേ? ഡിഡിൻറ്റ് യു റീഡ് വാട്ട് ദീസ് ഫ്രണ്ട്സ് സെഡ്? നിങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞൊക്കെ നിങ്ങൾ വായിച്ചോ? ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓൾ ഓക്യുപ്പേഷൻസ് ആർ ഈക്വലി ഗ്രേറ്റ്? എല്ലാ തൊഴിലുകളും മഹത്വമുള്ളതാണെന്ന് ഇപ്പോൾ മനസ്സിലായോ എല്ലാവർക്കും? ഓൾ ഓക്യുപ്പേഷൻസ് ആർ ഈക്വലി ഗ്രേറ്റ്. എല്ലാ ജോലികളും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പോൾ? ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്തേ. നെക്സ്റ്റ് പേജ് നമ്പർ 98 എടുത്തല്ലോ എല്ലാവരും? ഓക്കെ, വാട്ട് എവർ ബി ദ ഓക്യുപ്പേഷൻ ചോസൺ it should be done well. Whatever be the occupation chosen, it should be done well. Ability and experience are essential for all kinds of occupations. Ability and experience are essential for all kinds of occupations. All occupations are equally important. Know that any occupation we do is important and work accordingly. മക്കളെ, ഏത് തൊഴിൽ തിരഞ്ഞെടുത്താലും അത് നന്നായി നിറവേറ്റണം, നന്നായി ചെയ്യണം. കഴിവും പരിചയവും എല്ലാത്തരം തൊഴിലുകൾക്കും ആവശ്യമാണ്, അല്ലേ? എബിലിറ്റി ആൻഡ് എക്സ്പീരിയൻസ് ആർ എസെൻഷ്യൽ ഫോർ ഓൾ കൈൻഡ്സ് ഓഫ് ഓക്യുപ്പേഷൻസ്. കഴിവും വേണം, പരിചയവും വേണം ഏത് തൊഴിലും ചെയ്യാൻ വേണ്ടി. ഓൾ ഓക്യുപ്പേഷൻസ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. എല്ലാ തൊഴിലും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, നോ ദാറ്റ് എനി ഓക്യുപ്പേഷൻ വി ഡൂ ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് വർക്ക് അക്കോർഡിംഗ്ലി. ഓക്കെ, നാം ചെയ്യുന്ന ഏത് തൊഴിലും മഹത്വമുള്ളതാണെന്ന് അറിയുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. നോ ദാറ്റ് എനി ഓക്യുപ്പേഷൻ വി ഡൂ ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് വർക്ക് അക്കോർഡിംഗ്ലി. നമ്മൾ ചെയ്യുന്ന ഏത് തൊഴിലും വളരെ മഹത്വമുള്ളതാണെന്ന് അറിയുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. ഓക്കെ, നോ ദാറ്റ് എനി ഓക്യുപ്പേഷൻ വി ഡൂ ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് വർക്ക് അക്കോർഡിംഗ്ലി. എടുബുണ്ടു സ്കൂൾ റിസോഴ്സി. വസ്ത്രനിർമ്മാണം വിവിധ ഘട്ടങ്ങൾ. വസ്ത്രനിർമ്മാണം വിവിധ സ്റ്റേജസ് കാണാൻ സ്കൂൾ എടുബുണ്ടുവിലുണ്ടതെല്ലാം. ദെൻ നോക്കി അവിടെ എന്തോ ഒരു ബാനർ പിടിച്ചിരിക്കുന്നതിനാ നോക്കി, ഞങ്ങൾ പോസ്റ്റർ പോലെ 2 പിള്ളേർ പിടിച്ചിട്ടില്ലേ? ഓൾ ഓക്യുപ്പേഷൻസ് ആർ ഗ്രേറ്റ്, ലെറ്റ് us റിയലൈസ് ദിസ്. ഓൾ ഓക്യുപ്പേഷൻസ് ആർ ഗ്രേറ്റ്, ലെറ്റ് us റിയലൈസ് ദിസ്. എല്ലാ തൊഴിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്,
തിരിച്ചറിയുക നമ്മൾ. ലെറ്റസ് റിയലൈസ് ദിസ്. നമ്മൾ തിരിച്ചറിയുക നമ്മൾ. എല്ലാ തൊഴിലുകളും മഹത്വമുള്ളതാണെന്ന് തിരിച്ചറിയുക. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. യു മസ്റ്റ് റീഡ്. കുറേ പ്രാവശ്യം വായിക്കണം, നന്നായി വായിച്ച് പഠിക്കണം, സ്പെല്ലിംഗ് ഒക്കെ പഠിക്കണം. എന്തായാലും ക്ലാസ് 3A ബിയിലെയും പിള്ളേർ നന്നായി പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, നന്നായി പഠിക്കണം, മിടുക്കരാന്നറിയോ. എല്ലാവരും നല്ല കോമ്പറ്റീറ്റീവ് മൂഡിലുള്ള പിള്ളേരാണ്. അതുകൊണ്ട് നന്നായി കൊച്ചുങ്ങൾ പഠിക്കണം കേട്ടോ. നന്നായി വായിച്ചു മത്സരിക്കണം. എക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി ബിക്കാരെ നിൽക്കണം, ബിക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി എക്കാരെ നിൽക്കണം. നല്ലപോലെ പഠിക്കുക, നല്ലപോലെ വായിക്കുക, നല്ലപോലെ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. ഹാവ് എ ഗുഡ് ഡേ മക്കളെ. ഹാവ് എ ഗുഡ് ഡേ ഫോർ യു.